കൊട്ടാരക്കരയിൽ മദ്യപാനത്തിനിടെ ഗോകുൽ എന്ന യുവാവ് കൊല്ലപ്പെട്ടത് അതിക്രൂര മർദ്ദനത്തെ തുടർന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരികാവയവങ്ങൾക്കും തലയ്ക്കും ക്ഷതമുണ്ട്. തറയിലിട്ട് ചവിട്ടിയതാകാം ഗുരുതര പരിക്കുകൾക്ക് കാരണമെന്നാണ് നിഗമനം. ദിലീപ് ദേവസ്യ വിവരങ്ങളുമായി. ദിലീപ്, മരണം മദ്യപാനം മൂലമല്ല, വലിയ പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. ആരാണ് പ്രതികൾ, എന്താണ് അറിയാനാകുന്നത് ദിലീപ്? പുരിക്കലിൽ കഴിഞ്ഞ ദിവസമാണ് മദ്യപാനത്തിനിടെ ഉണ്ടായ ഒരു തർക്കം, അത് സംഘർഷമാകുന്നു. പിന്നീട് കൊലപാതകത്തിലേക്ക് എത്തുന്നു. ഗോകുൽനാഥ് എന്ന് പറയുന്ന 32 വയസ്സുകാരൻ മരിക്കുകയും ചെയ്തു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് ആന്തരികാവയവങ്ങൾക്കും തലയ്ക്കുമേറ്റ ക്ഷതമാണ് മരണകാരണം എന്ന് പറയുന്നു. വാരിയെല്ലിനും പൊട്ടലേറ്റുണ്ട്. അതിക്രൂരമായ മർദ്ദനം ഗോകുൽനാഥ് ഏറ്റുവാങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്യുന്നത്. ഇന്നലെ പുലർച്ചെ 1 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് 2 പേർ, അത് സഹോദരങ്ങളായ അഖിലും അരുണും ഇപ്പോഴും ഒളിവിലാണ്. ഈ ഗോകുൽനാഥിന് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് അരുൺ ഗോകുൽനാഥിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ച് ഗോകുൽനാഥ് മരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയത്താണ് അരുൺ അവിടെ നിന്ന് ഒളിവിൽ പോകുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ കൊട്ടാരക്കര പോലീസ് പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതിക്രൂരമായ മർദ്ദനത്തിനിടെയായിട്ടാണ് ഗോകുൽനാഥ് മരിച്ചതെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. മറ്റാരെങ്കിലും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.